കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഫയൽ നൽകരുതെന്ന് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം. ഫയൽ കൈമാറിയാൽ ചട്ടലംഘനമായി കണക്കാക്കും. അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ മുന്നറിയിപ്പ്. ഹാൻസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി. ഹാൻസ്, അധികാര പോരാ, അതിനൊരു അറുതി വരുന്ന സാഹചര്യം ഇല്ല ഇപ്പോൾ. VC-യുടെ ഈ ഒരു നിർദ്ദേശത്തോടു കൂടി കൂടുതൽ ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ പ്രതിസന്ധിയിലായിരുന്നു, ഒന്നുകൂടി പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ കേരള സർവകലാശാലയിലെ അവസ്ഥ? തീർച്ചയായും സംഗീത, ഈ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു ഉത്തരവായി അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അവസാനം അദ്ദേഹം ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്നത്: ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് ഫയലുകൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ജീവനക്കാർ ഫയൽ നൽകിയാൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. അതുകൂടാതെ തന്നെ ഫയൽ കൈമാറൽ ചട്ടലംഘനമായി കണക്കാക്കും എന്നുമാണ് ഈ ഉത്തരവിൽ കർശന നിർദ്ദേശം ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി തുടരുമെന്നും സിൻഡിക്കേറ്റിന്റെ തീരുമാനം അത് അംഗീകരിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൂടാതെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഓഫീസിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ്. കൂടാതെ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാത്തത് സർവകലാശാലയുടെ പേര് കളങ്കപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സംഗീത. ശരി ഹാൻസ്.